ആരാണ് രക്ഷിതാവ് എന്നതിനുള്ള ഏറ്റവും പുതിയ ഉത്തരം അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. ഒരു കുട്ടിക്ക് ജന്മം നൽകിയത് കൊണ്ട് മാത്രം ഒരാൾ രക്ഷിതാവാകുന്നില്ല. അതല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ജന്മത്തിന് കാരണക്കാരനാകുന്നത് കൊണ്ട് മാത്രം ഒരാൾ രക്ഷിതാവാകുന്നില്ല. അതിനു പുറമെ ആ കുട്ടിയുടെ സംരക്ഷണം, എല്ലാ നിലയിലുമുള്ള സംരക്ഷണം, ശാരീരികവും സാമൂഹികവും വിദ്യാഭ്യാസപരമായും മാനസികമായും എന്നിവേണ്ട എല്ലാ നിലയിലുമുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ആളാണ് രക്ഷിതാവ്. അതോടൊപ്പം പരിപാലനം. നമ്മളൊരു ചെടി പരിപാലിക്കുന്നത് അതിന് കൃത്യമായ സമയങ്ങളിൽ വെള്ളം നൽകി, കൃത്യമായ ഇടവേളകളിൽ വളം നൽകി, കൃത്യമായി സൂര്യപ്രകാശം ലഭിക്കുന്ന വിധത്തിൽ അതിനെ സംവിധാനം ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെയാണ് ഒരു കുട്ടിക്ക് അവന്റെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് ആവശ്യമായ പരിപാലനം നൽകുന്ന ആളാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ രക്ഷിതാവ്. അതും കൂടാതെ മാർഗനിർദ്ദേശം. ഇതാണ് ശരി, ഈ വഴിയിലൂടെ പോയാൽ ഏറ്റവും സുരക്ഷിതമാണ്, ഈ വഴിയിലൂടെ പോയാൽ ഏറ്റവും എളുപ്പത്തിലെത്താം എന്നിങ്ങനെയുള്ള മാർഗനിർദ്ദേശം കുട്ടിക്ക് നൽകുന്ന ആളാണ് രക്ഷിതാവ്. ഇതിൻ്റെ ഒക്കെ പുറമെ റെസ്പോൺസിബിലിറ്റി, കുട്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഉള്ള വ്യക്തിയാണ് രക്ഷിതാവ്. ഇത്രയും ആകുമ്പോഴേ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ രക്ഷിതാവ് എന്ന പദത്തിന്റെ നിർവചനം പൂർണ്ണമാകുന്നുള്ളൂ. ഇനി നമുക്ക് പരിശോധിക്കാം ഏതൊക്കെ തരത്തിലുള്ള രക്ഷിതാക്കളുണ്ട്. ഒന്ന്, അതോറിറ്റേറ്റീവ്, അതായത് നിയമങ്ങളുണ്ട്, പക്ഷേ അതോടൊപ്പം അതിന് വിശദീകരണവുമുണ്ട്. നീ 8 മണിക്ക് വന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും, നീ ഇത്ര സമയം പഠിച്ചാൽ നിനക്ക് ഇന്ന മെച്ചങ്ങളുണ്ട് എന്നിങ്ങനെ വിശദീകരിച്ചു കൊടുക്കുന്ന ഏറ്റവും ഫലപ്രദമായ പാരന്റിങ് നടത്തുന്ന രക്ഷിതാവ്. രണ്ടാമത്തെ വിഭാഗം അതോറിറ്റേറ്റർ, അതായത് കർശനമായ, ഞാൻ പറയുന്നത് നീ അനുസരിക്കണം, ഞാൻ എന്താണോ പറയുന്നത് അതാണ് ഇവിടുത്തെ നിയമം എന്നിങ്ങനെ കർശന നിലപാടുള്ള പാരന്റ് അഥവാ രക്ഷിതാവ്. ഇത്തരത്തിലുള്ള കുട്ടികൾ, ഇത്തരത്തിലുള്ള പാരന്റിങ്ങിന് വിധേയമാകുന്ന കുട്ടികൾ സ്വാഭാവികമായും ഭയം, പേടി കാരണം പരമാവധി രക്ഷിതാക്കളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കും, രക്ഷിതാക്കളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. മൂന്നാമത്തെ വിഭാഗമാണ് പെർമിസീവ് അഥവാ കൂടുതൽ സ്വാതന്ത്ര്യമുള്ള കുട്ടികൾ. സ്വാതന്ത്ര്യത്തോടു കൂടി കുട്ടികളെ വളർത്തുന്ന രക്ഷിതാക്കൾ. ഇവിടെ പ്രശ്നം നിയമങ്ങളുണ്ട്, വിശദീകരണങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ വിശദീകരണങ്ങളുണ്ട് പക്ഷേ കുട്ടി കരഞ്ഞാൽ എല്ലാം മാറ്റിവെച്ച് കുട്ടിയുടെ കരച്ചിലിന് അനുസരിച്ച് തീരുമാനങ്ങൾ മാറ്റുന്ന രക്ഷിതാക്കൾ. ഇവിടെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഇത്തരം രക്ഷിതാക്കളുടെ കുട്ടികൾ, ഇത്തരം പാരന്റിങ്ങിന് വിധേയമാകുന്ന കുട്ടികൾ പിടിവാശിക്കാരായി മാറാൻ സാധ്യതയുണ്ട്. നാലാമത്തെ വിഭാഗമാണ് രക്ഷിതാക്കൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത മക്കളെ താന്തോന്നികളായി വളർത്തുന്ന പാരന്റിങ്. ഇത്തരം കുട്ടികൾ മദ്യപാനത്തിലേക്കും മയക്കുമരുന്നിലേക്കും വഴിവിട്ട ജീവിതത്തിലേക്കും തെന്നി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി മക്കളുടെ കാര്യമെടുത്താൽ മക്കൾ പ്രധാനമായും 3 വിധത്തിലാണ്. ഒന്ന് വിഷ്വൽ, രണ്ടാമത്തേത് ഓഡിറ്ററി, 3 കിനസ്തെറ്റിക്. വിഷ്വൽ എന്ന് പറഞ്ഞാൽ കാഴ്ചയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കുട്ടികൾ.
ഓഡിറ്ററി കേൾവിയിലൂടെ മനസ്സിലാക്കുന്ന കുട്ടികൾ, കെനസ്തെറ്റിക് പ്രവൃത്തിയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കുട്ടികൾ, വിഷ്വലായ കുട്ടികളെ രക്ഷിതാക്കൾ മനസ്സിലാക്കണം. തൻ്റെ മക്കൾ വിഷ്വലാണോ, ഓഡിറ്ററി ആണോ, കെനസ്തെറ്റിക് ആണോ? വിഷ്വലായ കുട്ടികളെ നമ്മൾ എത്ര പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടും കാര്യമില്ല. അവർക്ക് കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കണം. നമ്മൾ കുട്ടികളുടെ മുമ്പിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നാൽ വിഷ്വലായ കുട്ടികൾ സ്വാഭാവികമായും ആ മൊബൈലിലേക്ക് താല്പര്യം കൂടി വരും. അത്തരം കുട്ടികളുടെ മുമ്പിൽ നമ്മൾ പുസ്തകം വായിക്കുന്നവരാകണം. നമ്മൾ വായിക്കുന്നവരും എഴുതുന്നവരുമാകണം. അത് കാണുമ്പോൾ സ്വാഭാവികമായും ആ കുട്ടികൾ പഠനത്തിലേക്ക് താല്പര്യം കാണിക്കും. ഓഡിറ്ററിയായ കുട്ടികൾക്ക് സംബന്ധിച്ചിടത്തോളം ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്നതിലൂടെ തന്നെ അവർ കാര്യങ്ങൾ പഠിച്ചെടുക്കും. എന്നാൽ കെനസ്തെറ്റിക് ആയ കുട്ടികൾ തികച്ചും വ്യത്യസ്തരാണ്. അവർക്ക് ചെയ്ത് പഠിക്കണം, പ്രവൃത്തിയിലൂടെ പഠിക്കണം. ടീച്ചർ എത്ര ഒച്ച വെച്ച് പഠിപ്പിച്ചാലും കാര്യങ്ങൾ മനസ്സിലാകില്ല. രക്ഷിതാവ് എത്ര വിഷ്വൽ കാണിച്ചാലും കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ പ്രവൃത്തിയിലൂടെ പഠിപ്പിക്കണം. ഒരു ചോദ്യം ചോദിച്ച് അതിനുള്ള ഉത്തരം പുസ്തകത്തിലെ ഇത്രാമത്തെ പേജിൽ, 7ാമത്തെ പേജിൽ 2ാമത്തെ പാരഗ്രാഫിലുണ്ട്. ആ പാരഗ്രാഫ് നീ ഒന്ന് വായിച്ചാൽ ഉത്തരം ഞാൻ കാണിച്ചു തരാമെന്ന് രക്ഷിതാവ് പറയുകയാണെങ്കിൽ കുട്ടി ആ പാരഗ്രാഫ് വായിക്കുകയും അതിലെ ഉത്തരം രക്ഷിതാവ് കാണിച്ചു കൊടുക്കുകയും പിന്നെ കുട്ടി അത് ഒരു നോട്ട്ബുക്കിലേക്ക് പകർത്തുകയും ചെയ്താൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം മനസ്സിലാകും. ഇതാണ് കെനസ്തെറ്റിക് പാരന്റിങ്ങിലെ അഥവാ രക്ഷിതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠിക്കുന്നത് അല്ലെങ്കിൽ പഠനം എന്നത് കുട്ടികൾക്ക് മാത്രം ഉള്ള ഒന്നല്ല. ഒന്നാമതായി പഠിക്കേണ്ടത് രക്ഷിതാവും ടീച്ചറുമാണ്. അതിനുശേഷമാണ് കുട്ടികൾ പഠിക്കേണ്ടത്. സാധാരണ രക്ഷിതാക്കളോട് നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ രക്ഷിതാക്കൾ പറയും, എൻ്റെ 1ാമത്തെ കുട്ടിക്ക് വേണ്ടി ഞാൻ പഠിച്ചിരുന്നു, ഇപ്പോൾ 2ാമത്തെ കുട്ടിക്ക് ഞാൻ പഠിക്കുന്നില്ല, കാരണം അന്ന് പഠിച്ചത് തന്നെയല്ലേ ഇനിയും പഠിപ്പിക്കാനുള്ളത് എന്ന്. ഒരിക്കലുമല്ല. ഓരോ വർഷവും രക്ഷിതാവ് പഠനം, അവന്റെ വിവരങ്ങൾ, അവന്റെ അറിവ് അപ്ഡേറ്റ് ചെയ്യണം. ടീച്ചറെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ചില ടീച്ചർമാർ പറയും, 15 വർഷമായി ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നു, ഇനി പുതുതായി ഒന്നും പഠിക്കേണ്ടതില്ല. ഒരിക്കലുമല്ല. നിങ്ങൾ 15 അല്ല 25 വർഷമാണെങ്കിലും ഓരോ വർഷവും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു ടീച്ചർ അപ്ഡേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ ടീച്ചർ ഔട്ട്ഡേറ്റഡ് ആണ്. ഒരിക്കലും പാഠ്യപദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ആ ടീച്ചർ യോഗ്യയല്ലാതെയാവുകയാണ്. ടീച്ചിങ് ഒരു പാഷനായി തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് മാത്രമേ പഠിപ്പിക്കുന്ന ജോലി വളരെ വിജയകരമായി നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, പാരന്റിങ് അതൊരു കലയാണ്. ടീച്ചിങ് അതും ഒരു കലയാണ്. ഈ കലകൾ വലിയ താല്പര്യത്തോടു കൂടി, വലിയ സന്തോഷത്തോടു കൂടി ചെയ്തു തീർക്കാൻ നമ്മൾക്കെല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു.